നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു ആർ.എസ്. ഞാൻ തിരുവനന്തപുരം പട്ടം SVT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. വൃക്കരോഗ വിദഗ്ധനാണ്. നമുക്കറിയാം, ഇന്ന് വൃക്കരോഗം ജീവിതശൈലി രോഗങ്ങളുടെയും മറ്റു പല കാര്യങ്ങളുടെയും കൂടെ വൃക്കരോഗങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. പക്ഷേ പലപ്പോഴും വൃക്കരോഗം കണ്ടുപിടിക്കപ്പെടുന്നത് അതിൻ്റെ അവസാന സ്റ്റേജിലാണ്. അതായത് ആ സമയത്ത് നമുക്ക് ചികിത്സകൾ ഫലിക്കാതെയും വൃക്കരോഗം മൂർച്ഛിച്ച് ഡയാലിസിസിലോട്ടും ഒക്കെ പോകുന്ന സ്ഥിതിയാണ് കാണുന്നത്. എന്നാൽ ചില ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ വൃക്കരോഗം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൃക്കരോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമെന്ന് പറയുന്നത് കാലിലുണ്ടാകുന്ന ചെറിയ നീരാണ്. പലപ്പോഴും കാലിലെ ചെറിയ നീര് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ് പതിവ്. കാലിൽ നീരുണ്ടാവുക, പിന്നെ ചെറുതായിട്ട് ഉണ്ടാകുന്ന നീര്, പിന്നെ കാലിൽ കുറച്ച് വലിയ നീരാവുകയും, പിന്നെ കാലക്രമേണ ആ കാലിലെ നീര് വയറിലും മുഖത്തും വരികയുമാണ് വൃക്കരോഗത്തിൽ സാധാരണ സംഭവിക്കുന്നത്. പിന്നെ ഉണ്ടാകുന്ന ഒരു ലക്ഷണമെന്ന് പറയുന്നത് മൂത്രമൊഴിക്കുമ്പോൾ പതഞ്ഞു വരിക എന്നുള്ളതാണ്. ഇപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിലാണ് ഫ്ലഷ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം സർഫൊക്കെ ഇട്ട് ഫ്ലഷ് ചെയ്യുന്ന പോലെ വളരെയധികം പതഞ്ഞു വരാം. മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പത, അത് മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ ലീക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രോട്ടീൻ മൂത്രത്തിൽ ലീക്കാവുന്നത് വൃക്കരോഗത്തിൻ്റെ ഒരു വളരെ നേരത്തെയുള്ള ഒരു സൈനാണ്. മൂത്രത്തിൽ പത വരുന്നതും വൃക്കരോഗത്തിൻ്റെ ലക്ഷണമാകാം. അല്ലാതെ തന്നെ ചെറുപ്പക്കാരായ ആൾക്കാർക്ക്, 40 വയസ്സിന് കുറവുള്ള ചെറുപ്പക്കാരായ ആൾക്കാർക്ക് ആദ്യമായി രക്തസമ്മർദ്ദം കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് വൃക്കരോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത്. വൃക്കരോഗത്തിൻ്റെ ഒരു പ്രാഥമിക ലക്ഷണമാകാം രക്തസമ്മർദ്ദം കൂടിയിരിക്കുന്നത്. കൂടാതെ വിളർച്ച, അനീമിയ, ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരുമ്പോഴും അതിന് പല കാരണങ്ങളുണ്ടാകും. കൂടുതലും ഉണ്ടാകുന്നത് ആഹാരത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്, അയണിൻ്റെ കുറവുകൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്. എന്നിരുന്നാലും വൃക്കരോഗം ഹീമോഗ്ലോബിൻ കുറച്ച് വൃക്കരോഗം കൊണ്ടും വിളർച്ച ഉണ്ടാകാം. പിന്നെ ഉണ്ടാകുന്ന കാരണങ്ങളെന്ന് പറയുന്നത് അത് വൃക്കരോഗം കുറച്ചും കൂടി മോശമാകുമ്പോഴാണ് ഉണ്ടാകുന്നത് നമ്മുടെ അസ്ഥികളുടെ ബലക്ഷയം, എല്ലുകളുടെ ബലക്ഷയം. എല്ലുകൾ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് വീഴുമ്പോൾ തന്നെ എല്ലുകൾ പൊട്ടുക, ഇതൊക്കെ നമുക്ക് വൃക്കരോഗത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഉണ്ടാകാം. പിന്നെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് വൃക്കരോഗം കുറച്ചും കൂടി മൂർച്ഛിക്കുകയാണെങ്കിൽ ചൊറിച്ചിൽ, വൃക്കരോഗം കൊണ്ടുണ്ടാകുന്ന യൂറിയ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ തൊലിപ്പുറത്തൊന്ന് അടിഞ്ഞു കൂടിയിട്ട് ദേഹമാകെ ചൊറിച്ചിൽ ഉണ്ടാകാം. ഇതൊക്കെയാണ് വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. വൃക്കരോഗം കുറേയും കൂടി അതിൻ്റെ മൂർച്ഛിച്ച് ഉള്ള സ്റ്റേജിലാണെങ്കിൽ ദേഹത്താകമാനം നീരുണ്ടാവുക, ശ്വാസമുട്ടലുണ്ടാവുക, പിന്നെ ഈ നല്ലോണം ചൊറിച്ചിലുണ്ടാവുക, ഛർദ്ദിക്കാൻ വരിക, രാവിലെ ബ്രഷ് ചെയ്യുമ്പം ഛർദ്ദിക്കാൻ വരിക, പിന്നെ ഉറക്കമില്ലായ്മ ഉണ്ടാവുക, പകൽ ഉറങ്ങുകയും രാത്രി ഉറങ്ങാതിരിക്കുകയും ഉണ്ടാവുക തുടങ്ങിയ കാരണങ്ങളെല്ലാം ഉണ്ടാകാം, വൃക്കരോഗത്തിനുണ്ടാവാം. ഇതിൽ വളരെ നേരത്തെ, അതായത് വൃക്കരോഗം ഉണ്ടായി തുടങ്ങുമ്പം തന്നെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് കാലിൽ നീരുണ്ടാവുക, മൂത്രമൊഴിക്കുമ്പോൾ പതഞ്ഞു വരിക എന്നുള്ളത്. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഉണ്ടാവുകയാണെങ്കിൽ വീട്ടിനടുത്തുള്ള ഒരു ഡോക്ടറിനെ കാണിക്കുക എന്നുള്ളതാണ്. അതൊരു ജനറൽ പ്രാക്ടീഷണറെയോ ഫിസിഷ്യനെയോ വൃക്കരോഗ വിദഗ്ധനെയോ നമുക്ക് ആരെയാണോ കാണിക്കാൻ പറ്റുന്നത് അവരെ കാണിക്കുക. സാധാരണഗതിയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ വൃക്കരോഗത്തിൻ്റെ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് സെറം ക്രിയാറ്റിൻ എന്നൊരു ടെസ്റ്റുണ്ട്. അതാണ് അതായത് സാധാരണ ആൾക്കാർക്ക് ക്രിയാറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. വൃക്കരോഗം ഉള്ളവർക്ക് അതിൻ്റെ വാല്യൂ 1-ലും കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ നോക്കുന്നത് യൂറിൻ ടെസ്റ്റ്, മൂത്രം ടെസ്റ്റ് നോക്കും. യൂറിൻ റൊട്ടീൻ എക്സാമിനേഷൻ എന്ന് പറയും. അതിൽ യൂറിനിൽ ആൽബുമിൻ ഉണ്ടെങ്കിൽ, ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ++ കാണിക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ലീക്കാവുന്നു എന്നാണ് അർത്ഥം. പിന്നെ ഉള്ളത് യൂറിനിൽ RBC, റെഡ് ബ്ലഡ് സെൽസ്. പിന്നെ യൂറിനിൽ RBC ഉണ്ടതും കൂടുതലുണ്ടെങ്കിൽ, RBC 5-ൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളതിനെ കാര്യമായിട്ട് കണക്കാക്കുന്നതാണ്. പിന്നെ ഈ 2 ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുമ്പം തന്നെ ഈ മൂത്രത്തിൽ പതയുണ്ടെങ്കിൽ യൂറിൻ ആൽബുമിൻ കാണും, കിഡ്നിക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ക്രിയാറ്റിനും കാണും. പിന്നെ എന്തെങ്കിലും ഇത് രണ്ടും നോർമലാണ്, ഇതിലൊന്നും കുഴപ്പമില്ലെങ്കിൽ സാധാരണഗതിയിൽ വൃക്കയ്ക്ക് അസുഖം ഉണ്ടാകേണ്ടതല്ല. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വയറിൻ്റെ സ്കാൻ എടുത്ത് നോക്കാം. ഇപ്പോൾ കിഡ്നിയിൽ വല്ല കല്ലുകളുണ്ടോ, തടസ്സമുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വയറിൻ്റെ സ്കാൻ എടുത്ത് നോക്കാം. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ ക്രിയാറ്റിൻ നോർമലാണ്, യൂറിൻ റൊട്ടീനിൽ ആൽബുമിനൊന്നും ഇല്ലെങ്കിൽ ആ വൃക്ക കൊണ്ടല്ല ആ ലക്ഷണം ഉണ്ടാകുന്നത്. പിന്നെ ബാക്കി ലക്ഷണങ്ങൾ നോക്കാം. നീരുണ്ടാവുന്ന, തടി കൂടിയ നീരുണ്ടാവാം, തൈറോയിഡിൻ്റെ കുഴപ്പമുണ്ട് നീരുണ്ടാകുന്നതിന് പല കാരണങ്ങൾ നമുക്കുണ്ട്. ആ കാരണം നോക്കാം. വൃക്കയുടെ കാരണം അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇനി അഥവാ വൃക്കയുടെ കാരണമാണ് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് പിന്നെ ഒരു വൃക്കരോഗ വിദഗ്ധനെ സമീപിച്ച് അത് എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി അതിൻ്റെ ചികിത്സ ചെയ്യുകയാണെങ്കിൽ
വൃക്കരോഗം നമുക്ക് പല വൃക്കരോഗങ്ങളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ രോഗത്തിൻ്റെ ആക്ടിവിറ്റിയെ കുറച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ അത് മൂർച്ഛിക്കാതെ അത് മോശപ്പെടാതെ നമുക്ക് നോക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ രോഗം മോശപ്പെട്ട് അത് ക്രിയാറ്റിൻ ഇപ്പം 6, 7, 8 അങ്ങനെയൊക്കെ കൂടി പോയിട്ട് ഡയാലിസിസിലോട്ടും പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥയിലോട്ടും ഒക്കെ വരാം. അതിനാൽ വൃക്കരോഗത്തിൻ്റെ ആരംഭ ലക്ഷണങ്ങളായ കാലിൽ നീരുണ്ടാവുക, മൂത്രമൊഴിക്കുമ്പോൾ പതഞ്ഞു വരിക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വൃക്കരോഗം കൊണ്ടല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്.